ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു ക്രീം കേക്കാണ് ഉണ്ടാക്കുന്നത്. വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ ക്രീം കേക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഓറിയോ ക്രീം ബിസ്ക്കറ്റ് ആണ്. ഞാനൊരു 25 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ചെറിയ പാക്കറ്റാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ 5 ബിസ്ക്കറ്റ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ 5 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 25 എണ്ണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് ക്രീമുള്ള ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇതുപോലെ പല ഫ്ലേവറിലുള്ള ക്രീമുണ്ട്. വാനില, സ്ട്രോബെറി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഐസിങ്ങിന് ഈ ക്രീം വെച്ചിട്ടാണ് നമ്മൾ കേക്കിനുള്ള ഐസിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഐസിങ്ങിന് ആ ടേസ്റ്റ് ആയിരിക്കും, അത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തുള്ള ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ആക്കണം. ക്രീം കളയരുത്, ഇതുപോലെ ഒരു ബൗളിൽ ഇട്ട് വെക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഐസിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിസ്ക്കറ്റും ക്രീമും ഇതുപോലെ രണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ക്രീം നമുക്ക് മാറ്റി വയ്ക്കാം. ആദ്യം കേക്ക് ഉണ്ടാക്കാം. ഒരു മിക്സിഡ് ജാറിലോട്ട് നമ്മൾ എടുത്തു വെച്ച ബിസ്ക്കറ്റ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കണം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. ബിസ്ക്കറ്റിൽ അത്യാവശ്യം കുറച്ച് മധുരം ഉണ്ടാവും. പിന്നെ നമ്മൾ അവസാനം ഐസിങ് ചെയ്യുന്ന ക്രീം ഉണ്ടല്ലോ, അതിലും നല്ലോണം മധുരമുണ്ട്. അപ്പം അതുകൊണ്ട് കേക്കിന് ഒത്തിരി മധുരം വേണ്ട. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ബിസ്ക്കറ്റും പഞ്ചസാരയും കൂടി ഇതുപോലെ ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലതായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡറിന് പകരം ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. സോഡ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. പക്ഷേ നല്ലത് ബേക്കിംഗ് പൗഡർ തന്നെയാണ്. കേക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ബേക്കിംഗ് പൗഡർ ചേർക്കുമ്പോഴാണ്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ ആണെങ്കിൽ 1/2 ടീസ്പൂൺ. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 1/2 കപ്പും 2 ടേബിൾ സ്പൂണും പാലാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ചൂട് പാലോ തണുത്ത പാലോ ഉപയോഗിക്കരുത്. സാധാ ടെമ്പറേച്ചറിലുള്ള പാല്. ഇത് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. പാൽ ഒരുമിച്ച് ചേർക്കണ്ട, കാരണം ചിലപ്പോൾ നമുക്ക് 1/2 കപ്പേ വേണ്ടി വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ മാവിൻ്റെ പരുവം നോക്കിയിട്ട് മാത്രം കൂടുതൽ ചേർത്താൽ മതി. അപ്പോൾ കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാണ് മാവിൻ്റെ കറക്റ്റ് പരുവം. ഞാനിപ്പോൾ ആ ഫുള്ള് പാലും ചേർത്തു. എല്ലാം വേണ്ടി വന്നു എനിക്ക്. ചിലപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ 1/2 കപ്പ് ഒഴിക്കുമ്പോൾ തന്നെ ഈ പരുവത്തിലായി കിട്ടും. അങ്ങനെയാണെങ്കിൽ പിന്നെ കൂടുതൽ ഒഴിക്കണ്ട. അപ്പോൾ ഇത് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് ഇന്ന് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് കുറച്ച് ഓയിൽ തേച്ചിട്ടുണ്ട്. പിന്നെ താഴെ ഒരു ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ജസ്റ്റ് ഓയിൽ തേച്ചിട്ട് കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. കേക്ക് പെട്ടെന്ന് ഇളകി വരാനായിട്ടാണ്. പിന്നെ സാധാരണ ഒരു സ്റ്റീൽ പാത്രത്തിൽ വേണമെങ്കിലും, നല്ല കട്ടിയുള്ള ഒരു സ്റ്റീൽ പാത്രത്തിൽ വേണമെങ്കിലും ഇത് ബേക്ക് ചെയ്യാം. 6 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 7 ഇഞ്ചിൻ്റെയോ പാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ മാവ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിന്ന് ഒരു പാത്രത്തിൽ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. 2-3 പ്രാവശ്യം ഒന്ന് തട്ടിക്കൊടുക്കുക, എയർ ബബിൾസ് പോകാനായിട്ട്. ഞാനിവിടെ ഒരു പാത്രം 5 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഒരു സ്റ്റീൽ റിങ് വെച്ചിട്ടുണ്ട്. സ്റ്റീൽ റിങ്ങോ സ്റ്റീൽ പാത്രം എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത്. പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ചെയ്താൽ പാത്രം കേടായി പോകത്തില്ലേന്ന്. അങ്ങനെ ഒരു പ്രശ്നവും വരത്തില്ല കേട്ടോ. ഞാൻ ഈ പാനിൽ ഒത്തിരി കേക്ക്സ് ബേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചൂടായി കിടക്കുന്ന പാനിലോട്ട് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ കേട്ടോ, തീരെ തീ കുറച്ചിട്ടല്ല, ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിൽ വെച്ച് 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ കൂടുതൽ എടുത്തെന്നിരിക്കും. 20 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് നോക്കുക. എന്നിട്ട് 5-10 മിനിറ്റ് വീണ്ടും ചെറിയ തീയിൽ തന്നെ വെച്ച് ബേക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് 25 മിനിറ്റ് ആണ് എടുത്തത്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കുക. കണ്ടോ, ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നല്ലതായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷമാണ് ഐസിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ കേക്ക് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഐസിങ്ങും കൂടി അങ്ങ് റെഡിയാക്കാം. ഞാൻ ബിസ്ക്കറ്റിൽ നിന്ന് എടുത്ത ക്രീമിൻ്റെ കൂടെ കുറച്ച് ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ചേർത്തിട്ടാണ് ഐസിങ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു പീസാണ് എടുത്തിട്ടുള്ളത്, ഒരു ചോക്ലേറ്റ്.
അപ്പോൾ ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ ഒരു പാനിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഇതുപോലൊരു ബൗൾ വെച്ച് കൊടുക്കാം. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്താണിത് മെൽറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇന്ന് ഈ ബൗളിൽ ഈ ചോക്ലേറ്റ് ഇട്ടിട്ട് ഉരുക്കിയെടുക്കാം. ഇതൊന്ന് മെൽറ്റായി വരണം. ചോക്ലേറ്റ് ചെറുതായിട്ട് ഉരുകി തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. ഇതിന് പകരം ബട്ടർ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പാല് ഉപയോഗിക്കരുത്. പാല് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ക്രീമിൻ്റെ കൂടെ, ആ ബിസ്ക്കറ്റിൻ്റെ ക്രീമിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ ഒരു ടീസ്പൂൺ എണ്ണ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ബട്ടർ. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വരണം. ചോക്ലേറ്റ് ഫുള്ള് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണും കൂടി സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിക്കുവാണ്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ടാണ്. അത് മെൽറ്റായി വരുമ്പോൾ കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. അല്പം കൂടെ ഒന്ന് ലൂസ് ആയാൽ നമുക്കത് ക്രീമിലോട്ട് ചേർക്കുമ്പോൾ അത് റെഡിയായി കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ചോക്ലേറ്റ് ഉരുക്കിയത് റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ക്രീമിൻ്റെ കൂടെ ചേർത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബിസ്ക്കറ്റിൻ്റെ ക്രീമിൻ്റെ കൂടെ ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം. ഒരു 2-3 മിനിറ്റ് നല്ല സ്പീഡിൽ തന്നെ ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പം നല്ല സോഫ്റ്റായി കിട്ടും. ആദ്യം കുറച്ച് കട്ടിയായിട്ട് തോന്നും. കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അത് സോഫ്റ്റ് ആയിക്കോളും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കേക്ക് നോക്കാം. കേക്കും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് ഇളകി വരുവേ. പിന്നെ ആ ബട്ടർ പേപ്പർ ഉണ്ടോ അതുപോലെ ഇരിപ്പുണ്ട്. അപ്പോൾ അഥവാ ബട്ടർ പേപ്പർ ഇല്ല, നിങ്ങൾ മൈദ മാത്രമാണ് ഇട്ടതെങ്കിലും കുഴപ്പമില്ല, അത് ഇളകി വരും. നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി എൻ്റെ മുകളിലോട്ട് ഞാൻ ജസ്റ്റ് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ഐസിങ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കുവാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടായിട്ട് ലെയർ ചെയ്തിട്ട് നടുക്കും കുറച്ച് ഐസിങ് ഒക്കെ വെക്കാം. അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ മുകളിൽ മാത്രം ഒന്ന് വെച്ച് കൊടുക്കുവാണ്. പിന്നെ ഈ ഐസിങ് കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള സ്പൂണോ അല്ലെങ്കിൽ സ്പാറ്റില ഒന്നും വേണമെന്നില്ല. സാധാരണ നമ്മൾ വീട്ടിലുള്ള ഏതെങ്കിലും സ്പൂൺ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചേ ഉള്ളൂ. ഇതുപോലെ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സ്പൂൺ വെച്ച് വെറുതെ ഒന്ന് ഇങ്ങനെ നല്ലതായിട്ടൊന്ന് തേച്ച് എടുത്താൽ മതി. പിന്നെ ഇതിങ്ങനെ കുറച്ച് കട്ടിയായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക സ്മൂത്ത് ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ, ഇപ്പം കണ്ടോ നമ്മളിങ്ങനെ ചെയ്യുമ്പം ക്രീം അത്ര സ്മൂത്ത് ആവാത്ത പോലെയായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ആ സ്പൂണ് കുറച്ച് ചെറിയ ചൂട് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇങ്ങനെ കണ്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഐസിങ് നല്ല സ്മൂത്ത് ആയിക്കൊള്ളും. ചെറിയ ചൂട് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്രീം കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വേണമെങ്കിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് കുറച്ച് ഷുഗർ ബീഡ്സും പിന്നെ ഒരു ചെറിയും വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ഭംഗിക്കായിട്ട് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ക്രീം മാത്രം തേച്ചാൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളി ഓറിയോ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളല്ലേ, എല്ലാവർക്കും ഏത് കടയിൽ പോയാലും വാങ്ങിക്കാൻ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടമാവും. പിന്നെ ഇത് ക്രീം ഇല്ലാതെ പ്ലെയിൻ കേക്കായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. കാരണം ഒത്തിരി മധുരം കാണത്തില്ല, ചെറിയ മധുരമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കായിരിക്കും. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.